ഓട് 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 ഓട്. ദാ അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്ത്. കിട്ടിയോ കിട്ടിയോ കിട്ടിയോ? ക്യാമറ മൂവ് ചെയ്യൂ. കിട്ടി പിടിച്ചിരിക്കുന്നു. ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. രാഹുൽ ഓടിക്കോളൂ. ഇതാ പിടികൂടുന്ന ദൃശ്യങ്ങൾ. ജയിൽ ചാടിയ കൊടും കുറ്റവാളി കണ്ണൂരിൽ കിണറ്റിൽ. കേരള പോലീസും നാട്ടുകാരും കിണർ വളഞ്ഞിരിക്കുന്നു. വലിക്ക ആന വലിക്ക്. എന്തൊരു ഉഷാറില്ലാത്ത ഉച്ചക്ക് സദ്യ കിട്ടൂലേ? വലിക്ക് ആന വലിക്കട എലുമ്പാ. തല്ലല്ലേട്ടാ, തല്ലരുത്. തല്ലല്ലടാ, ഞാനിത് ഇറങ്ങി വന്നാണ്ടല്ല. ഇറക്കി നോക്കണം നീ ആദ്യം. അല്ലല്ലേന്ന് എല്ലാരോട് വട്ടോട്ടിടിക്കണം. എന്താണ് സുമേഷ് ക്യാമറ ഒന്ന് പാൻ ചെയ്യൂ. ആളെ ഒന്ന് കാണട്ടെ. ഇതാ പാതിരാത്രി കണ്ണൂരിന്റെ ജയിൽ ചാടിയ കുറ്റവാളിയുടെ ദൃശ്യം എക്സ്ക്ലൂസീവായി കാണൂ ഞങ്ങളുടെ ചാനലിലൂടെ. ഇതാ കാണൂ. അത് ശരി. അപ്പൊ നമ്മക്കിട്ടാണ് ഇന്നത്തെ പണി. സുമേഷ് പണി പാളിയെന്നാ തോന്നണേ. കാത്തിരുന്ന വിവരങ്ങളാണ്. സുമേഷ് ഇത് ജാഫറാണ്, അല്ല ജാസറാണ്. ഇൻഫ്ലുവൻസർ ജാസർ ക്ലിക്സ്. പ്രിയ പ്രേക്ഷകരെ കാണൂ, ജാസർ ക്ലിക്സ് കിണറ്റിൽ നിന്ന് പൊങ്ങി വരുന്ന ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി. ഇത് ഒരുപാട് പേരുണ്ടല്ലോ. എന്നാണ് ബാഹുബലിയുടെ സെറ്റ്. ഇത് എത്ര ക്യാമറയാണ്? ഏത് മൂഡ്? പൊളി മൂഡ്, മാവേലി മൂഡ്. ഏത് മൂഡ്? മാവേലി മൂഡ്. അശ്ശേ, ഇവനൊക്കെ റീലെടുക്കാൻ നമ്മുടെ കിണറാണ് കിട്ടിയേ. റീലൊന്നും ആയിരിക്കത്തില്ലടി, മഹാവേലി അല്ലേ, പാതാളത്തിൽ നിന്ന് വല്ലതും വന്നായിരിക്കും. അറിയാൻ പാടില്ല, ചെലപ്പിനെ ആയിരിക്കൂട്ടാ. ആ ഗുഡ് മോർണിംഗ് സാർ. തന്റെ തൊപ്പി വിടറൂ. തൊപ്പി സ്ട്രീമിങ്ങിലാണ് സാർ. എങ്കിൽ പിന്നെ പോയി ഡബിൾ ഇട്ടിട്ട്. അയ്യേ 36 വർഷമായടാ. അയ്യോ തൊപ്പി കിട്ടി സാറേ, വെച്ചോളാ. എവിടാ വയ്യാവേലി? സാറേ മാവേലിയാണെന്നാ പറയണേ. എന്താണ് സാറേ തോളത്ത് കൈ പിടിച്ചിരിക്കണ ചങ്ങാതിയാ. ഹലോ ഹലോ ബഡി. ഹലോ. എന്താണ് ഫോൺ കോളാ? ഹലോ. വല്ലാത്ത ശല്യമായിട്ടുണ്ടല്ലോ ഇത്. തരുൺമൂർത്തിയോട് പറഞ്ഞ് ഡയലോഗ് ഒന്ന് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. കേട്ടോടാ, ഒരു ഫോൺ വിളിച്ചാൽ പോലും എനിക്കിപ്പോൾ ഹലോ പറയാൻ പേടിയാ. ജോർജ് സാറിൻ്റെ ഡയലോഗാന്നും പറഞ്ഞ് അവന്മാർ ഇങ്ങോട്ട് അടിച്ചോണ്ടിരിക്കും. ഹലോ, നീ ഏതാടാ? മാവേലി. നീ ഏത് വയ്യാവേലിയാടാ? വയ്യാവേലി സാറേ, മാവേലി. എന്താ പിടിച്ചില്ലേ? സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ. സാറേ ലുക്മാൻ. അതെ ലുക്മാൻ. പിന്നെ ആരാടാ മിന്നലടിച്ചെന്ന് പറഞ്ഞു വന്നു? മുരളി. ആ മിന്നൽ മുരളി. ഇതൊക്കെയാണെന്നും പറഞ്ഞ് പലരും ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. 36 വർഷമായടാ. 36 കൊല്ലം കൊണ്ട് ഇത്രയും പേര് വന്നിവിടെ ഇങ്ങനെയൊക്കെ പറയാം. ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ മാർവലിന്റെ ഓഫീസാ. പക്ഷേ മാവേലിയാന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാ വരുന്നേ. 36 വർഷമായടാ. 36 വർഷമായടാ. ഓ ബേസ് പോയി. ഹലോ. നീ മാവേലി, അത് ഈ 36 സോറി ഈ ജോർജ് സാറ് വിശ്വസിക്കണം. എന്റെ ലില്ലി മോളെ പോലും ഞാൻ ഇത്രയും പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒന്ന് വിശ്വസിക്ക് സാറേ, ഞാൻ മാവേലി തന്നെയാണ്. 36 വർഷമായടാ. എന്റെ പൊന്നു. അതൊക്കെ പോട്ടെ, നീ എങ്ങനെ കിണറ്റിലെത്തി? നമ്മൊരു ലൈൻ അടിച്ച് കിടന്നുറങ്ങിയതാണ് സാറേ. എന്തടിച്ച്? നമ്മളേ ഒരു ലൈം അടിച്ച് കിടന്നുറങ്ങിയാണ്. നാരങ്ങ ചിരസി കയറി. Dame un grr. Un grr. കുഞ്ഞേ, കണ്ടിട്ട് വിഷമത്തിലാണോ? എന്താ രസം. എനിക്ക് നല്ല രസമുണ്ട്. റീൽസ് കണ്ടോണ്ടിരിക്കാൻ നല്ല രസാ. ശരിബേരി, ഓണക്കാലായി. അടുത്തത് പോരട്ടെ. റീൽസ് കണ്ടോണ്ട് എഴുതാ മതിയാ, പോവട്ടെ. എന്തിനാടാ പോയിട്ട്? അതെന്താ തിരുമേനി അങ്ങനെ ഒരു ടോക്ക്? നമ്മളെല്ലാ കൊല്ലവും കേരളത്തിലെത്തുമ്പോ സ്ഥിരം കേൾക്കുന്ന പാട്ടുണ്ട്, പൂവേ പൊലി പൂവേ. തിരുവാവണ
തിരുവാവണിരാവ് മനസാക നിലാവ്. അതിന്റെ നിലാവ് പെരുതാളിനല്ല തിരുവേദി. നിന്നെ ഞാൻ പാതാളത്തിൽ നിന്ന് പുറത്താക്കും. പിന്നെ പിന്നെ നമ്മൾ ചെല്ലുമ്പോ ഓടക്കുഴലില് കേൾക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. എന്നാ ഇക്കൊല്ലം ഇവരെയൊക്കെ കടത്തി വെട്ടി മറ്റവൻ വന്നു. മൂട് സുരാജ് വഞ്ചാറ മൂടാണോ? എന്റെ ഈശ്വര, ഇവനെ ഞാനിന്ന് കൊല്ലും. ആ മൂടല്ല. തിരുമേനി ഉദ്ദേശിച്ച മൂട് കിട്ടി. ഓണമൂട്, മാവേലി മൂട്, ഹസ്തമൂട്, ഡാൻസ് മൂട് ഇതല്ലേ? അത് തന്നെ. അതുകൊണ്ട് എന്റെ മൂട് പോയി. ഞാനിനി കേരളത്തിലേക്കില്ല. തിരുമേനിയുടെ വിഷമം മാറ്റാൻ ഞാൻ ആ മൂട് ടീമിനെ കണ്ടുപിടിക്കും. ഏത് മൂട്? പാതാള മൂട്. ഞാൻ ഈ കൊല്ലം കേരളത്തിൽ പോകുന്നില്ല. എന്തേ? തിരുമേനി കണ്ടുപിടിച്ചു. ഞാൻ ചാത്തി പെട്ടിയോട് ചോദിച്ച് എല്ലാം കണ്ടുപിടിച്ചു. ചാറ്റിപ്പെട്ടിയാ? അതെന്താ സാധനം? അതേ തിരുമേനി, അതിനോട് എന്ത് ചോദിച്ചാലും മണിയായിട്ട് ഉത്തരം തരുന്ന ഒരു സാധനം. തിരുമേനിക്ക് ഞാൻ കേൾപ്പിച്ച് തരണോ? Hey there, Maveli is a legendary figure in... അത് ചാറ്റിപ്പെട്ടിയല്ല, ചാറ്റ് PPT. ഇത് റാപ്പർ ഫെജോ പാടിയ വരികളാ. ഇതിനൊക്കെ മുന്നേ ഈ മൂന്ന് ഡയലോഗ് അടിച്ച ഒരുത്തനുണ്ട്. അതേതവനാ? അവൻ ഒരു നീ എന്നെയാണോ ഉദ്ദേശിച്ചേ? ഇൻഫ്ലുവൻസർ. അതേ തിരുമേനി, ജാസർ ക്ലെക്സ്. എങ്കിൽ അവനെ വിളിക്കേ, എനിക്ക് അവനോട് സംസാരിക്കണം. ഹലോ, ജാസർ ചിക്സ് അല്ലേ? ചിക്സാ സംഭവം നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ആരാ വിളിച്ചെന്ന് പറ. ഞാൻ പാതാളത്തിന്ന് മാവേലി ഫ്രം പാതാളം. പാതാളത്തിന്ന് ഫോൺ കോളാ. ഇതേതാണ് സിം? BSNL ആണാ? ആ വിളിച്ച കാര്യം പറ. സ്റ്റോറി ആണെങ്കിൽ 60, റീലാണെങ്കിൽ 1. കൊളാബല്ലോണാ? കൊളായി, എല്ലാം കൊളായി. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇത്തവണ എനിക്ക് പകരം കേരളത്തിൽ പോണം. ഇപ്പൊ കൊളാബുള്ള പൊന്നെ വിത്ത് കോസ്റ്റ്യൂമാ. റേറ്റ് കൂടൂട്ടാ. ഏത് മൂട്? അംബാനി മൂട്? ഏത് മൂട്? പൊളി മൂട്? ഈ ഡയലോഗ് പറഞ്ഞ നീയല്ലേ? നീ എന്തായാലും പോയേ പറ്റൂ. നിങ്ങളുടെ OG മാവേലി അടായി പറയുന്നേ. നീ പോണം. ഇത്രയും പറഞ്ഞേലേ. ഇപ്പൊ എന്തായാലും ഈ കൊളാബ് ഞാൻ അങ്ങ് ഏറ്റെടുക്ക. വേറെ വഴിയില്ലല്ല. നോക്കിയ മുത്തേ ഞാൻ ചെയ്യാ. ഞാൻ മുത്തല്ല, മാവേലിയാണ്. മാവേലി അത് നോക്കൂല. നമ്മ അങ്ങനെ ഇഷ്ടമുള്ളവരെ പലതും വിളിക്കും. അത് ഈ മച്ചൂടെ ഒരു സ്ട്രാറ്റജി ആണ്. എനിക്ക് ഭയങ്കര സന്തോഷായി. നീ ഒന്ന് കറങ്ങിട്ട് വാടാ മുത്തേ. ഈ കൊളാബ് അങ്ങ് ചെയ്യാൻ പോണേട്ടാ. നീ മുത്താണ്. മുത്ത് മുത്ത് മുത്ത്. മാവേലിയല്ലേ ഇപ്പൊ എന്റെ സ്വപ്നത്തിൽ വന്ന്. പുള്ളി എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഞാൻ മാവേലിയായിട്ട് പോവാനാ. അപ്പൊ ഈ കൊളാബ് ഞാൻ എന്തായാലും ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങേരോട് ചെയ്യണ ഒരു ചതിയായി പോവുത്. അപ്പൊ ഈ കൊളാബ് ഞാൻ എന്തായാലും ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങേരോട് ചെയ്യണ ഒരു ചതിയായി പോവുത്. അങ്ങനെ സാറേ ഞാൻ മാവേലിയാവാൻ തീരുമാനിച്ചേ. അപ്പൊ അങ്ങനെയാണല്ലേ? 36 വർഷമായടാ. എന്റെ പൊന്നോ, ഇയാൾ വല്ല വണ്ടിയുടെ ഷോർമ പോയാൽ മതിയായിരുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കൊരു വളഞ്ഞ ഷൂസും ഷോളും പിന്നെ ഒരു കിരീടം മതി. എടാ, ഞാൻ എന്താ വേണ്ടേ അത് നീ പറ. സാരന്നെ ഇവിടെ ഒന്ന് വിടണം. നീ പൊക്കോ. പക്ഷേ എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വന്നോണം. എന്നും വന്ന് സൈൻ ചെയ്യണം. സൈന എന്തിന്? ഒപ്പൊന്നും ഇപ്പൊ മച്ചൂനൊരു വിഷയമല്ല സാറേ. എടവനക്കാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഒപ്പിട്ടോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായി. പിന്നെ ജോലി സാറ് വിളിച്ചാൽ നമുക്കൊന്ന് ഒപ്പിടാണ്ടിരിക്കാൻ പറ്റൂ. എങ്കി പിന്നെ പോടാ. പെട്ടെന്ന് അങ്ങ് മാവേലി ആവുകയും ചെയ്ത്. പെട്ടെന്നൊന്ന് റീച്ച് ആവണമല്ല. മാവേലിയാന്ന് പറഞ്ഞ് റീൽസ് എടുത്ത് ഇനിയിപ്പോൾ എന്ന് റീച്ച് ആവാനാണ്? സുനീനെ വിളിച്ച് ചോദിക്കുക പെട്ടെന്ന് റീച്ച് ആവാൻ എന്താ വഴിയെന്ന്. ഹലോ സുനി, എടാ എനിക്കൊന്ന് പെട്ടെന്ന് റീച്ച് ആവണോളാ. ഇപ്പം എന്താണ് വഴി? എടാ ഞാൻ മാവേലിയാടാ. എനിക്ക് പെട്ടെന്നൊന്ന് നാടറിയിക്കണം ഞാൻ മാവേലിയായിന്ന്. അതിനിപ്പോൾ എന്ത് ചെയ്യും? ആ കുറച്ച് നേരത്തെ. എന്നാലേ ഒരു കാര്യം ചെയ്യ്,
വനിതാവിനീതേ തിയേറ്ററില്ല അത് കൊള്ളാല ടാങ്ക് മുത്തേ. ഹലോ, ബ്ലൂ ബേർഡ് എന്റർടൈൻമെന്റ്സ് അല്ലേ? ഒരു ബ്രേക്കിംഗ് ന്യൂസ് തരട്ടെ. നാളെ രാവിലെ 9:00 വനിതാ വിനീതയിൽ മോണിക്ക പടം കാണാൻ വന്നിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ല. നീ വാ. ചേച്ചി എടുത്തില്ല. ഫോട്ടോ എടുത്തു ചേച്ചി ഞാൻ എടുത്തില്ല. ഇതെന്താണ് പ്രശ്നം? ഇതെന്താണ് അച്ഛനെ ഡ്രോൺ ഷൂട്ടാ? ക്യാമറ താത്തിപ്പിടി പടി. ബ്ലൂ ബേർഡ് എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ബ്ലൂ ഫിലിം എടുക്കണം. അടിയിന്നെടുക്ക്, പൊക്കത്തുനിന്ന് എടുക്കല്ലേ പൊന്നെ. ഞാനാണ്. ഞാൻ ഇപ്പൊ മാവേലിയാണ്. ഞാൻ വന്നിണ്ടെന്ന് പറഞ്ഞു വിളിച്ചാ നീയൊക്കെ വരൂ. അതാണ് മോണിക്ക വന്നിണ്ടെന്ന് പറഞ്ഞത്. പറ്റീരാണല്ലേ? അതെ, കണ്ടില്ലേ ഇപ്പൊ തന്നെ നീ വന്നില്ലേ ക്യാമറ എടുത്തോണ്ട്. ഞാൻ വന്നിണ്ടെന്ന് പറഞ്ഞാ നീ വരൂ. ആരും വരൂല. വരണ്ടായിരുന്നു. ഇപ്പൊ മോണിക്കയോടുള്ള നമസ്കാരം. ഇക്കൊല്ലത്തെ കേരളത്തിന്റെ മാവേലി ജാസിർ ക്ലിക്സ് ഔദ്യോഗിക പ്രഖ്യാപനവുമായി കേരളത്തിന്റെ ഓണം വകുപ്പ്. മാവേലി സെക്സിയാണോ? വയലിൽ ഫാറ്റ് ഒട്ടും തന്നെ ഇല്ല. മാവേലി ആറാടിയാണോ? പറഞ്ഞു നിർത്തണ്ട. പൊക്കി പറഞ്ഞു റീച്ച് ചേർട്ടി. മാവേലി തകർത്ത വേണ്ട. ക്രൗൺലെസ് കിങ് ആണോ? എന്താ പറയാനുള്ള പുതിയ മാവേലിനെ പറ്റി? മലയാളക്കരയുടെ പുതിയ മാവേലി ജാസർ ക്ലിക്സ് ആണ്. സംഭവം അടിപൊളിയാണ്. നല്ല നല്ല അടിപൊളി കണ്ടന്റുകൾ തരുന്ന ഇൻഫ്ലുവൻസർ ആണ്. തുള്ളടോ, ഞാനല്ലാത്തപ്പോ നല്ല തുള്ളാള. അടിപൊളിയാണ്. ഇടക്കൊച്ചിയുടെ മുത്തായ AJP പോലെ നമ്മുടെ മാവേലിക്കും കൊച്ചി ഭാഷയാണ്. പക്ഷെ എല്ലാവരും അംഗീകരിച്ചു. ഹലോ, ഇത് ജാസർ ക്ലിക്സ് അല്ലേ? പുതിയ മാവേലി അല്ലേ? അതെ, ഇത് ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിലും ചർച്ചയിലും പോരിഞ്ഞ് ഇടി നടന്നുകൊണ്ടിരിക്കുക. അതെ, വരാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ വരാ. വണ്ടിക്കൂലിയും പാൽക്കാപ്പിയും തന്നാ മതി. ഈ ഷാഹുൽ ജീഷറൊക്കെയുള്ള ഇമാതിരി ചർച്ചയിലൊന്നും വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. ഒന്നുമില്ല പറയാ. ഇതെന്താണിത്? ഡിജിറ്റൽ വില്ലേജാ? എല്ലായിടത്തും TV ആണല്ലോ. എല്ലാ TV-യിൽ ഞാനാ. പ്രിയമാവേലി, അങ്ങ് ഏതു വഴി വന്നാലും ചുരം പിടിക്കരുത്. തകർന്നു കിടക്കുന്ന ചുരവും പൊളിഞ്ഞു കിടക്കുന്ന KSRTC-യും മറിഞ്ഞു കിടക്കുന്ന കപ്പലും ഇതിനൊക്കെ ഇടയിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം പാതാളത്തിലേക്ക് പോയ ഞങ്ങളുടെ രാജാവിനെ പ്രതീക്ഷിച്ചു കിടക്കുന്ന ഒരു കൂട്ടത്തിനിടയിലേക്ക് ആ അധമക്കൂട്ടം കൊണ്ടുവന്ന് ഈ വയറില്ലാത്ത മാവേലിയെ നമ്മൾ സ്വീകരിക്കണോ? വേണം. പിന്നെ എന്താണിത്? എത്ര നാളൊരു മാവേലിനെ തന്നെ ഇതെല്ലാരും കാണുന്നത്? ചേഞ്ച് വേണ്ടേ? നീതിയുടെ എല്ലാ വാതിലുകളും അടച്ചിട്ടപ്പോൾ നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് ആർത്തു വിളിച്ചു പറഞ്ഞിട്ടും നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഇതൊക്കെ ഇത് ഭാഷ എന്നിതൊരു ടീച്ചറും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ശ്രീ യൂത്രയൻ, താങ്കൾ പറയൂ. ഞാനില്ല ഇയാളോട് സംസാരിക്കാൻ ഞാനില്ല. ഞാൻ ചർച്ച നിർത്തി. വിവരമുള്ള മാവേലിയെ ആരെങ്കിലും വിളിച്ചോണ്ട് വാ. ഷാഹുൽ ജീശ്വർ പറയട്ടെ. ഞാൻ പറയട്ടെ. വെയിറ്റ്. OG മാവേലിയെ കുറിച്ച് ഇവിടുത്തെ 2K കിഡ്സ് അറിയണം. ഞാനില്ലെന്നേ. എനിക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായമേ. പാതാളം പബ്ലിക്കേഷൻസിലെ 3-ാമത്തെ പേജിൽ നോക്കൂ. 3-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ടെന്ന്. റിസർച്ച് പേപ്പർ എന്റെ ഇരിപ്പുണ്ട്. ഈ ഷാഹുൽ ജീശ്വറൊക്കെയുള്ള ഇമാതിരി ചർച്ചയിലൊന്നും എന്നെ വിളിക്കരുത്. ഗ്യാസ്മി വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. വിവരമുള്ള മാവേലിയെ ആരെങ്കിലും വിളിച്ചോണ്ട് വാ. സമുദ്രത്തിനരികിൽ സ്വർഗം പോലുള്ളൊരു ഈ നാട്ടിലെ സൗഖ്യം കണ്ട് ആകാശത്തിനും മേലുള്ള ഇന്ദ്രലോകത്തിരുന്ന് അർമാദിച്ചിരുന്ന ദേവന്മാർക്ക് പോലും എത്രയുള്ളിൽ ഒതുക്കിയിട്ടും തീരാത്ത നീരസമുണ്ടാക്കിയ അസുര ചക്രവർത്തിയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ജനതയുടെ മുന്നിലേക്കാണ്. ഗംഗേ, മനസ്സിലായില്ലേ? തലയാ. ഗംഗയെ അംഗീകരിക്കാൻ നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. സോറി, റൂട്ട് മാറിപ്പോയി. അല്ലല്ല, നകുലൻ ഉച്ചയ്ക്ക് ചോറുണ്ടച്ച് കിടന്നുറങ്ങിയപ്പോ തട്ടുമ്പുറത്ത് കയറി ചെലങ്ക നോക്കാൻ പോയ ഗംഗ. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഈ ഗ്യാസ്മി എങ്ങോട്ടാണ് ഈ കയറി പോകുന്നത്? അതിൽ ഞാൻ ഇടപെടും. ഷോർട്ട് ബ്രേക്ക്. കിരീടമില്ലാത്ത ബംഗളൂരുവിന് പോലും ഒടുവിൽ കിരീടം കിട്ടി. കിരീടവും കുടയുമില്ലാത്ത, എന്തിന് പേരിന് പോലും ഒരു കുടവയറ് പോലുമില്ലാത്ത, നേരാവണ്ണം മലയാളം പോലും പറയാൻ അറിയാത്ത. ഇതെന്താണിത്? ഡിജിറ്റൽ വില്ലേജാ? എല്ലായിടത്തും TV ആണല്ലോ. എല്ലാ TV-യിൽ ഞാനാ. ഈ മാവേലിയെ കേരളത്തിന് വേണോ? പ്രിയ പ്രേക്ഷകർക്ക് പ്രൈം ടൈം അടിയിലേക്ക് സ്വാഗതം. ഇതൊക്കെ ഒരു സങ്കല്പമല്ലേ? കൊടവയറ്, കൊട. എന്തായിരുന്നു മീശ ഊനാല? കണ്ടോ, ഇത്തരം സംസാരങ്ങളാണ്. പിന്നെ എങ്ങനെ മാവേലിയാവും? മാവേലി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. നിർത്ത് മനുഷ്യ, സദ്യ ഇരിക്കണം, പോയി കഴിക്കും. ശ്രീ ഗാസ്മി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
എന്താണ് ഈ പാട്ടിൽ പറയുന്നത്? മൂഡ്, ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ഓണം മൂഡ്, സാരി മൂഡ്, പായസം മൂഡ്, പപ്പടം മൂഡ്. ഈ മൂടെന്ന് നിങ്ങളൊന്ന് ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ എന്താണ് കിട്ടുന്നത്? ഷാഹുൽ ജീശ്വർ പറയട്ടെ. മൂഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഫീലിംഗ് എന്നാണ്. അത് ദേഷ്യമാവാം. ഉദാഹരണത്തിന് ദ ഫീലിംഗ് ക്യാൻ ബി ആംഗ്രി. ഹിന്ദിയിൽ ഗുസ്സ എന്ന് പറയും, മലയാളത്തിൽ ദേഷ്യം എന്ന് പറയും. തമിഴിൽ കിട്ടുന്നില്ല. കിട്ടില്ല. അതിന് വിവരം വേണമല്ലോ. എന്തിനു കിട്ടണം? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഒരു മനുഷ്യന്റെ മൂഡിനെ പ്രഡിക്ട് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ മൂഡൊക്കെ എന്നാ ഉണ്ടായേ? അല്ല പറയട്ടെ ഷാഹുലേ, അല്ല ഒരു മിനിറ്റ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇറങ്ങി പോവാ. E = mc². ഇതിലെ എം എന്താണ്? എം ആണ് മൂഡ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ കുട്ടികൾ ഈ മൂഡെന്ന് ഇന്റർനെറ്റിൽ അടിച്ചാൽ എന്ത് കിട്ടും? ശ്രീ സ്മാർട്ടിൻ, താങ്കൾ അടിച്ചു നോക്കിയോ ഇന്റർനെറ്റിൽ? ഞാൻ അടിച്ചു നോക്കി. മൂഡ് അടിച്ചിട്ട് എന്ത് പറ്റി? മൂഡ് പോയാ? ഞാൻ ഇന്റർനെറ്റിൽ മൂഡ് എന്നുള്ള വാക്ക് അടിച്ചു നോക്കി. അത് മൂടെന്ന് മാത്രം അടിച്ചത്. ഓണം മൂടെന്ന് അടിക്കി. ഓണം മൂടെന്ന് അടിക്കണം. വെറും മൂടെന്ന് അടിച്ചിട്ടാണ്. കേക്കൂ, ഒരു 60 സെക്കൻഡ് എനിക്ക് തരണം. ഒരു 60 സെക്കൻഡ്. ഗ്യാസ്മി, കഷ്ടമാണിത്. ഒരു 60 സെക്കൻഡ് എനിക്ക് തരണം. ഗ്യാസ്മി, പണ്ട് 30 ആയിരുന്നു, ഇപ്പൊ 60 ആയി. കപ്പാസിറ്റി കൂടുന്നുണ്ടല്ലോ. അതൊക്കെ ഞാൻ കൂട്ടി. അതൊക്കെ ഞാൻ കൂട്ടി. ചേട്ടൻ എന്തൊക്കെ കണക്ക് പറഞ്ഞാലും പുതുവൈപ്പിൽ ലൈറ്റ് ഹൗസ് 360 ഡിഗ്രി പ്രകാരം ഞാൻ തന്നെ ഈ പ്രശ്നം മാവേലി. ഏത് മൂഡ്? മാവേലി മൂഡ്.